റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് അബ്ദാർ റളിയല്ലാഹു അൻഹു, രണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ദരിദ്രനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. അബ്ദാർ റളിയല്ലാഹു അൻഹു ആയിരിക്കട്ടെ വളരെ സമ്പന്നനും കാണാന് വളരെ രസമുള്ളൊരു വ്യക്തിയും. ഒരു ദിവസം അങ്ങാടിയിലൂടെ ഒരു കശപിശ കൂടുന്ന സമയത്ത്, ഒരു കച്ചറ കൂടുന്ന സമയത്ത് ദേഷ്യം വന്ന് അബ്ദാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ കറുമ്പിയുടെ മോനെ എന്ന് പറഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സങ്കടപ്പെടുത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, റസൂലെ, എന്നെ അബ്ദാർ കറമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. അബ്ദാർ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ ആ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, അബ്ദാറെ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നിന്റെ മനസ്സിലെ ആ പണ്ടത്തെ ജാഹിലിയ സ്വഭാവങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ലേ? അബ്ദാർ റളിയല്ലാഹു അൻഹു, എന്താണ് ഈ കേൾക്കുന്നത്? റസൂലിന്റെ വായിന്നാണല്ലോ ഞാനിത് കേൾക്കുന്നതെന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി വിഷമിച്ച് പൊട്ടിയ മനസ്സുമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നടക്കുന്ന വഴിയിൽ പുലർച്ചയ്ക്ക് ഇങ്ങനെ പോയി ഇരിക്കുന്നുണ്ട്. ആ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കിടന്നുറങ്ങുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിൽ അബ്ദാർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തില് അബ്ദാർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് അബ്ദാറെ നീ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? എന്തിനാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അബ്ദാർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നീ ഈ നടന്നു പോകുന്ന സുബഹിക്ക് നീ നിസ്കരിക്കാൻ പോകുന്ന ഈ വഴിയിലൂടെ അബ്ദാറിന്റെ മുഖത്ത് ചവിട്ടിട്ട് വേണം നീ കടന്നു പോകാന്. കാരണം അബ്ദാർ നിന്നെ ഒരിക്കലും കറമ്പിയുടെ മകനെ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് പൊരുത്തപ്പെട്ടതാണ്. പിന്നെ എന്തിനാണ് അബ്ദാർ ഇത്ര വിഷമിച്ചത് നീ ഇവിടെ വന്ന് കിടക്കുന്നത്? പൊരുത്തപ്പെടണ്ട. എന്റെ മനസ്സിലെ വേദന മാറണം എന്നുള്ളതിൽ ഈ മുഖത്ത് ചവിട്ടിട്ട് മാത്രം നീ ഈ വഴിയിലൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞു. അബ്ദാർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് കുറെ കെഞ്ചി പറഞ്ഞെങ്കിലും ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ എന്റെ സമൂഹത്തിലെ, എന്റെ സമുദായത്തിലെ ഒരു ഗോത്രത്തിലെ വലിയ നേതാവാണ്. നീ എന്റെ നേതാവാണ്. ഇസ്ലാമിനു വേണ്ടി പടപൊരുന്ന ഒരു ധീരനാണ്. ഒരിക്കലും അബ്ദാർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു ചവിട്ടില്ല. അങ്ങനെ കുറെ കരഞ്ഞതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു അബ്ദാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മുഖത്തൊന്ന് ചെറുങ്ങനെ കാല് വെക്കുന്നുണ്ട്. ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജാതിയുടെയോ മതത്തിന്റെയോ വർഗീയത പറയാതെ, ഗോത്രത്തിന്റെയോ നിറത്തിന്റെയോ പേര് പറഞ്ഞ് മാറ്റി നിർത്താതെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹിക്കാനും സാഹോദര്യബന്ധം നിലനിർത്താനും. അതായിരിക്കണം ഒരു മുസ്ലിം, അതാവണം ഒരു മുസ്ലിം.